നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കൈ നോക്കി മാത്രമല്ല കാൽ നോക്കിയും ഫലം പറയാൻ കഴിയും. കാൽപാദത്തിന്റെ വലിപ്പവും കാൽവിരലുകളുടെ ആകൃതിയുമൊക്കെ നോക്കേണ്ടി വരുമെന്ന് മാത്രം. ഒരാളുടെ സ്വഭാവം മാത്രമല്ല, അയാളുടെ ഭാഗ്യം, പണക്കാരനാകുമോ, ഭാവി ജീവിതം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാൽപാദത്തിൽ നിന്നും പറയാൻ കഴിയും. എന്നാൽ പിന്നെ അതൊന്ന് അറിഞ്ഞു കളയാമല്ലോ എന്നാവും ഇപ്പോൾ പലരും ചിന്തിക്കുന്നത്. എങ്കിൽ ശരി, ഭാഗ്യവും യോഗവുമെല്ലാം അറിയുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. കാൽപാദത്തിന്റെ തള്ളവിരലിന് മറ്റുള്ള വിരലുകളെക്കാൾ നീളം കൂടിയതാണെങ്കിൽ അവർ ഉത്സാഹശീലമുള്ളവരും സർഗാത്മകതയുള്ളവരുമായിരിക്കും. അതായത് കളത്തിന് പുറത്തിറങ്ങി ചിന്തിക്കുന്നവർ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത്തരക്കാർക്ക് കഴിയില്ല. എന്നാൽ തള്ളവിരൽ മറ്റു വിരലുകളെക്കാൾ ചെറുതാണെങ്കിൽ പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും ഇവർ. തങ്ങളുടെ വാദങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞു സമ്മതിപ്പിക്കാൻ ഇവർക്ക് കഴിയും. മിടുക്കോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നവരുമായിരിക്കും ഇവർ. ഇനി നമുക്ക് രണ്ടാമത്തെ വിരലിലേക്ക് വരാം. ഈ വിരലിന് നീളം കൂടുതലാണെങ്കിൽ നേതൃഗുണമുള്ള ആളായിരിക്കും നിങ്ങളെന്നർത്ഥം. നിങ്ങൾ എന്ത് കാര്യത്തിലാണോ വിശ്വസിക്കുന്നത് അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതിൽ തന്നെ നിങ്ങൾ വിശ്വസിച്ചു നിൽക്കും. രണ്ടാം വിരൽ ചെറുതാണെങ്കിൽ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരായിരിക്കും. തിരക്ക് കൂട്ടാതെ സ്വന്തം അവസരം വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ. മൂന്നാം വിരൽ ഊർജവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ വിരൽ മറ്റുള്ളവയേക്കാൾ നീളമുള്ളതെങ്കിൽ ജോലിയിൽ ഏറെ മിടുക്കനെന്നാണ് അർത്ഥം. പരിപൂർണത ആഗ്രഹിക്കുന്നവരുമായിരിക്കും ഇവർ. ഈ വിരൽ ചെറുതാണെങ്കിൽ ജീവിതം ആസ്വദിക്കണമെന്ന അഭിപ്രായമുള്ളവരായിരിക്കും. റിലാക്സ് ആയിട്ടുള്ള പ്രകൃതക്കാരായിരിക്കും. കൊച്ചു കാര്യങ്ങളിൽ പോലും സന്തോഷിക്കുന്നവരുമായിരിക്കും ഇക്കൂട്ടർ. നാലാമത്തെ വിരൽ നീളമുള്ളതും വളവില്ലാത്തതുമാണെങ്കിൽ കുടുംബത്തിന് ആദ്യ പരിഗണന നൽകുന്നവരായിരിക്കും ഇവർ. ഈ വിരൽ വളഞ്ഞാണിരിക്കുന്നതെങ്കിൽ വ്യക്തി ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നാലാമത്തെ വിരൽ മറ്റുള്ള വിരലുകളെക്കാൾ ചെറുതാണെങ്കിൽ കുടുംബത്തെക്കുറിച്ചോ ബന്ധുമിത്രാദികളെക്കുറിച്ചോ ശ്രദ്ധിക്കാത്തവരായിരിക്കും ഇക്കൂട്ടർ. ചെറിയ വിരൽ എല്ലാ വിരലുകളെക്കാളും ചെറുതാണെങ്കിൽ ബാലിശമായ പ്രകൃതമായിരിക്കും ഇത്തരക്കാരുടേത്. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഇക്കൂട്ടർക്ക് എപ്പോഴും മടിയായിരിക്കും. എന്നാൽ ചെറുവിരൽ നാലാം വിരലിൽ നിന്നും അകറ്റിപ്പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സാഹസികനായ, വിശ്വസ്തനായ, ആകർഷകത്വമുള്ളവരായിരിക്കും ഇക്കൂട്ടർ. കാൽപാദം നിലത്തുറപ്പിച്ചു വെക്കുമ്പോൾ ആർച്ച് പോലെ പാദത്തിനടിയിൽ വരുന്ന ഭാഗം പലതും വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ ഉള്ളിലേക്ക് വളഞ്ഞ ആർച്ച് സ്വതന്ത്രശീലമുള്ള, തനിയെ സമയം ചിലവാക്കുന്ന പ്രകൃതക്കാരെ സൂചിപ്പിക്കുന്നു. ആർച്ച് ചെറുതാണെങ്കിൽ, അതായത് കാൽപാദത്തിനടിയിലെ റാ പോലുള്ള വളവ് ചെറുതാണെങ്കിൽ സാമൂഹ്യ ജീവിതം ആസ്വദിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ. വീതിയുള്ള കാൽപാദമാണെങ്കിൽ അസ്വസ്ഥതയുള്ള പ്രകൃതക്കാരായിരിക്കും. വീതി കുറഞ്ഞ് നീളം കൂടിയ കാൽപാദമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ നിങ്ങൾക്ക് സാമർഥ്യം ഉണ്ടായിരിക്കും. ചുറ്റുപാടും സൗന്ദര്യം ആഗ്രഹിക്കുന്നവരുമായിരിക്കും ഇക്കൂട്ടർ. വിരലുകൾ വൃത്തിയുള്ളതും കൃത്യമായ നീളമുള്ളവയുമാണെങ്കിൽ പ്രായോഗികമായി ചിന്തിക്കുന്ന, കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന പ്രകൃതക്കാരായിരിക്കും ഇവർ. കൂട്ടുകാരും മേലധികാരികളുമെല്ലാം ഇഷ്ടപ്പെടുന്ന തരക്കാരുമായിരിക്കും ഇവർ. ഇതിനകം തന്നെ സ്വന്തം കാൽപാദവും കാൽവിരലുകളും എല്ലാവരും നോക്കിയിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. ഇനി കുടുംബക്കാരുടെയും ഫ്രണ്ട്സിന്റെയും കാമുകിയുടെയും ഒക്കെ കാൽവിരലും കാൽപാദവും ഒക്കെ നോക്കാൻ റെഡി ആയിക്കോളൂ. ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.